അടിപൊളിയാണ്. കോമഡിയാ കോമഡിയാ സൂപ്പർ കോമഡി സത്യം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ബേസിലുള്ള ബേസ് തന്നെ അടിപൊളിയായിട്ടുണ്ട്. സിദ്ദിഖുള്ള എല്ലാവരും ഡിഫറെന്റ് ആണ്. എനിക്ക് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് സിദ്ദിഖിക്കാണ്. സിദ്ദിഖിനെ മറികടന്ന് ഇത് എനിക്ക് തോന്നുന്നില്ല ആ റോൾ ചെയ്യാൻ പറ്റിയ നടൻ ഉണ്ടാവുന്നുള്ളൂ. കാരണം കോമഡി അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പടം എനിക്കൊരു വൺ ടൈം വാച്ചുകളായിട്ടേ തോന്നിയിട്ടുള്ളൂ. കാരണം പലയിടത്തും വർക്കൗട്ട് ആയതുപോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയും ജിത്തു ജോസ് ത്രില്ലർ എന്താ പറയാ ഒരു കിങ് തന്നെയാണ് ജിത്തു ജോസിന്. ആ ഒരു ജോണർ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നും. വൺ ടൈം വാച്ച് ഫിലിമായിട്ട് ഫീൽ ചെയ്തു. ലാസ്റ്റിലാണ് സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിട്ടാണ് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് കൊള്ളാം. ഏതാ ഫാമിലി എന്റർടൈൻ ആണ്. ചിരിക്കാൻ ഒത്തിരി ഉണ്ട്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ് ഒന്നുകൂടെ നമ്മള് ടിസ്റ്റാണ്. അവിടെ നല്ലൊരു കോമഡി എന്റർടൈൻ ആണ്. നമുക്ക് മൈബോസ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഒരു കോമഡി ഫൺ എന്റർടൈൻ ആണ്. പിന്നെ സ്റ്റോറിനെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് വരെ ഒട്ടും ബോറില്ല, ഒന്നുമില്ല. നല്ലൊരു കോമഡി പാക്ട് മൂവിയാണ്, നല്ല മൂവിയാണ്. പിന്നെ ബേസിലെ കോമഡി വെച്ചാൽ നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറയുകയാണെങ്കിൽ മീൻസ് ഗ്രേസ് ആൻഡിയാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഗിലോമിന് സ്ക്രീൻ സ്പേസ് ഒന്ന് കുറവാണ്. പക്ഷെ എന്നാലും ആ റോള് സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഒട്ടും ബോറടിക്കാതെ മീൻസ് നമുക്ക് തിയേറ്ററിൽ പോയി ചിരിക്കാം. നല്ല മൂവിയാണ്. 5 4.5 കൊടുക്കാം. പടം കിടിലം പടമാണ്. അതായത് നുണക്കുഴി എന്ന് പറഞ്ഞാൽ ഫുൾ കോമഡി എന്റർടൈനർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഫീൽ ചെയ്തൊന്നുമല്ല, അത് ത്രൂ ഔട്ട് നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചു മറിച്ച് രസിക്കാവുന്ന ഒരു പടം. പിന്നെ ജിത്തു ജോസഫിന്റെ എല്ലാ പടങ്ങളെ അപേക്ഷിച്ച് എല്ലാ പടങ്ങളല്ല, അതായത് പുള്ളിയുടെ പടങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഇതിലൊരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്രൈം നടന്ന് അത് പിന്നെ കോമഡി ആയിട്ട് ചെയ്തേക്കുന്ന രീതിയിലാണ് വന്നേക്കണത്. പിന്നെ അഭിനയിച്ച എല്ലാവരും, അതായത് മനോജ് കെ ജയനായാലും മറ്റേ ബേസിലായാലും പിന്നെ അതേപോലെ ബിനു പപ്പു പിന്നെ എല്ലാവരും പേര് ഞാൻ എടുത്തു പറയല്ല. അഭിനയിച്ച എല്ലാവരും കോമഡി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിന്റെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട കാര്യം തന്നെ. എന്തായാലും കൊള്ളാം.